അഴിമതി വിരുദ്ധ ഭരണം കേരളത്തിൽ നടപ്പാക്കണമെന്ന് പിണറായി വിജയൻ. RSS SNDP നീക്കങ്ങളെ ഉമ്മൻചാണ്ടിയെ സഹായിക്കുന്നുവെന്നും പിണറായി പറഞ്ഞു. നവകേരള യാത്രയ്ക്ക് അരീക്കോട് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് മലപ്പുറം ജില്ലയിൽ പര്യടനം തുടരുകയാണ്. വിശദാംശങ്ങൾ നൽകാൻ സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, മലപ്പുറം ജില്ലയിലെ നവകേരള മാർച്ചിന്റെ പര്യടനം ഇന്ന് അവസാനിക്കുകയാണ്. ജാഥ ഇപ്പോൾ എവിടെയാണ് എത്തിച്ചേർന്നത്? വിവരങ്ങൾ. സുരേഷ്, ഇന്ന് നവകേരള മാർച്ച് 12-ാം ദിനം, മലപ്പുറം ജില്ലയിൽ 4-ാം ദിവസം. ഇന്ന് മലപ്പുറം ജില്ലയിലെ പര്യടനം സമാപിക്കുകയാണ്. ജാഥ ഇന്ന് ഇതിനകം അരീക്കോട്, ഏറനാട് മണ്ഡലത്തിന്റെ ഭാഗമായ അരീക്കോടാണ് സ്വീകരണം ഏറ്റുവാങ്ങിയത്. അതിനുശേഷം അല്പസമയത്തിനകം അടുത്ത സ്വീകരണ കേന്ദ്രമായ നിലമ്പൂരിൽ എത്തിച്ചേരും. നിലമ്പൂരിൽ ഇപ്പോൾ യോഗം ആരംഭിച്ചു കഴിഞ്ഞു. എം പി രാജേഷ് MP ഇപ്പോൾ യോഗത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം ജാഥാ നായകൻ പിണറായി വിജയൻ ഇവിടെ നിലമ്പൂരിലേക്ക് എത്തിച്ചേരും. ഇവിടെ സ്വീകരണം നടക്കുന്ന മൈതാനിയിൽ ഇപ്പോൾ തന്നെ വലിയൊരു ജനസഞ്ചയം ഇവിടെ എത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, നിലമ്പൂർ കവലയിൽ പിണറായി വിജയനെ സ്വീകരിച്ച് വേദിയിലേക്ക് ആനയിക്കുന്നതിന് വേണ്ടി അവിടെയും ആയിരക്കണക്കിന് CPM പ്രവർത്തകർ ഒത്തുകൂടിയിട്ടുണ്ട് എന്ന് പറയാം. അക്ഷരാർത്ഥത്തിൽ ചെമ്പട്ടണിഞ്ഞിരിക്കുന്നു നിലമ്പൂരിന്റെ നഗരഹൃദയം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇതൊക്കെ തന്നെയാണ് കണ്ടത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ജാഥ കടന്നു വന്ന കണ്ണൂർ, കോഴിക്കോട് കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലൊക്കെയും വലിയ സ്വീകരണങ്ങളാണ് ഏറ്റുവാങ്ങിയത്. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ സ്വീകരണം പൂർത്തിയാക്കുന്നു. മലപ്പുറം ജില്ലയിലെ 4 ദിവസത്തെ കാഴ്ചകളും കണ്ണൂരും കോഴിക്കോടും ഒക്കെ കണ്ടതിന് സമാനമാണ് എന്ന് തന്നെ പറയാം. പതിവില്ലാത്ത വിധം CPM-ന്റെ പരിപാടികളിൽ മലപ്പുറം ജില്ലയിൽ ആളുകൾ ഒഴുകിയെത്തുന്നു. CPM-ന് വലിയ സ്വാധീനം ഇല്ല എന്ന് പറയപ്പെടുന്ന ഏറനാട് മേഖലയിൽ പോലും വലിയ ജനപിന്തുണയാണ്, വലിയ ജനസഞ്ചയമാണ് ജാഥയ്ക്കായി എത്തിച്ചേരുന്നത്. വിശേഷിച്ചും ന്യൂനപക്ഷ സമുദായങ്ങളിൽപ്പെടുന്ന സ്ത്രീകളും യുവാക്കളും വലിയ തോതിൽ ഈ സമ്മേളന പന്തലിനുള്ളിൽ നമുക്ക് കാണാം. അത്രമേൽ ആവേശത്തിലാണ് CPM പ്രവർത്തകർ ഈ മലപ്പുറം ജില്ലയിൽ പോലും എന്നുള്ളതാണ് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം. ഏതായാലും നിലമ്പൂരിൽ അല്പസമയത്തിനകം ജാഥാനായകൻ പിണറായി വിജയൻ എത്തിച്ചേരും. അതിനുശേഷം വണ്ടൂരിലാണ് അടുത്ത സ്വീകരണം. തുടർന്ന് പെരിന്തൽമണ്ണയിലേക്ക് ജാഥ പോകും. പെരിന്തൽമണ്ണയിലാണ് ഇന്നത്തെ സമാപനം. അത് മലപ്പുറം ജില്ലയിലെ പര്യടനത്തിന്റെ സമാപനം കൂടിയാണ്.